ഹോൺബിൽ ഫെസ്റ്റിവൽ തുടങ്ങുന്നത്. ഞങ്ങൾ 4 പേരും രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ഇനി അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ നാഗാലാൻഡിലാണ്, നമ്മൾ ഹോൺബിൽ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ വന്നേക്കാണ്. അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് കിസാമ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കിഗ്വാമ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കിസാമയിൽ നിൽക്കാം, പക്ഷേ നിങ്ങൾക്ക് റൂം കിട്ടിയത് ഇവിടെ കിഗ്വാമയിലാണ്. അപ്പോൾ ഞാനുണ്ട്, ലക്ഷ്മി ഉണ്ട്, പിന്നെ നമ്മളെ ഗാങ്ടോക്കിൽ പരിചയപ്പെട്ട 2 പേരുണ്ട്, അജു ഉണ്ട്, പിന്നെ ഷിജോ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ മുമ്പിൽ നടന്നു, നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പുറകെ വരാമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നതേ ആ ആഗ്രഹം നടക്കുകയാണ്. ഇന്നലെ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമുക്ക് അതിന്റെ ഫുൾ ഒരു വൈബ് കിട്ടി. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നല്ല അടിപൊളി ഒരു വൈബായിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അത്രയും നല്ല ആൾക്കാരാണ്, അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇല്ല, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, നമുക്ക് ട്രൈബ്സിനെയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു 10 Pen Stories. ലക്ഷ്മി ദേ നാഗാസിന്റെ പോലത്തെ ഒരു ഷോളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു നാഗാ സ്റ്റൈലാണ്. ഇന്നലെ നമ്മൾ അവിടെ പോയപ്പോൾ കുറച്ച് പേര് ഇതൊക്കെ ഇട്ട് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ നടക്കുകയാണ്. ഷിജോനെ അജുനൊന്നും ഈ ഭാഗത്തെ കാണാനില്ല. 2 മിനിറ്റ് കൊണ്ട് അവരെ കുറേ ദൂരം നടന്നു തോന്നുന്നുണ്ട്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ, ഡോൺ ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഇവർ 2 പേരും ബുക്ക് ചെയ്താണ്. ഞങ്ങളങ്ങനെ അവർ വാലും തൂങ്ങി ഇങ്ങനെ എത്തിയതാണ്. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ താമസിക്കുന്നത് അവിടെയാണ് കേട്ടോ. ഞാൻ കാണുന്നതാണ് നമ്മുടെ ഹോം സ്റ്റേ. നമ്മളിങ്ങനെ കറങ്ങി അതിലേ വന്നതാണ്. ഇന്ന് ഡിസംബർ 1 നാഗാലാൻഡ് സ്റ്റേറ്റ്ഹുഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് 3 മണിക്കാണ് ഒഫീഷ്യൽ ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ സെറിമണി നടക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രി 12 മണി തൊട്ടിട്ട് തന്നെ ആഘോഷം തുടങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ആക്ച്വലി 16 ട്രൈബ്സ് ഉണ്ട്. ഈ 16 ട്രൈബ്സിനും 16 ലാംഗ്വേജ് ആണ്. നാഗാമീസ് ലാംഗ്വേജ് ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ട്രൈബ്സ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർക്ക് കുറച്ചും കൂടെ, അതായത് ഇപ്പോൾ ട്രൈബ് എ പറയുന്നത് ട്രൈബ് ബിക്ക് മനസ്സിലാവില്ല. എല്ലാ ട്രൈബ്സിനും തനിയായിട്ടുള്ള ഭാഷയും ലാംഗ്വേജും ആണ് കേട്ടോ. ഇവരെ കണക്ട് ചെയ്യുന്ന മെയിൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇപ്പോൾ ട്രൈബ് എയും ട്രൈബ് ബിയും കൂടി സംസാരിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞത് ഇവർക്ക് സൗത്ത് ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തേക്കണത് മുഴുവൻ മിഷണറീസ് വന്നിട്ടാണ്. അപ്പോൾ ഈ മിഷണറീസിൽ കൂടുതലായിട്ട് വരുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ആൾക്കാരാണ്. അപ്പോൾ അതിൽ തന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് കൂടുതൽ വരുന്നത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് മലയാളികളെ ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയണേ ഞങ്ങളുടെ ഇംഗ്ലീഷിൽ കുറേയൊക്കെ ആക്സെൻറ്റ് വരുന്നത് സൗത്ത് ഇന്ത്യൻ ആക്സെൻ്റാണ് വരുന്നത്. കാരണം ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് മലയാളി ടീച്ചേഴ്സ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ടീച്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അതിൻ്റെയൊക്കെ സ്നേഹം ഞങ്ങൾക്ക് നിങ്ങളോട് ഉണ്ടെന്നാണ് പറയണത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വരെ ഉണ്ടാക്കിയേക്കണേ ഇവരുടെ ഒരു ട്രൈബൽ സ്റ്റൈലാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഓരോ സിമ്പിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കിഗ്വേമ എന്നാണ് എഴുതിയേക്കണേ. നമ്മൾ കിഗ്വാമ എന്നാണ് കേട്ടോ ഇവിടെ ലോക്കൽസൊക്കെ പറയണത്. അങ്ങനെയാണ് നമ്മളത് കേട്ടിട്ടാണ് പറയണത്. സ്പെല്ലിങ് പക്ഷേ കിഗ്വേമ എന്നാണ് അല്ലേ, കിഗ്വേമ. ഷിജോനെ അജുനെ ഈ ഭാഗത്ത് കാണാനില്ല കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് നടക്കണേ, പക്ഷെ അവരെ കാണുന്നേ ഇല്ല. നമ്മൾ ഈ നടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നല്ല സീനറിയാണ്, നിറച്ച് മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ദൂരമലകൾ, നീലാകാശം എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലത്തെ വേറൊരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഇവർ ദുൽഖർ സൽമാൻ നീലാകാശം പച്ചക്കടലിൻ്റെ ഷൂട്ടിങ്ങിന് വന്നതൊക്കെ ഇവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു എന്ന് അവർ പറഞ്ഞേ. ആ സിനിമ ഇവിടെ ചിലവർ കണ്ടിട്ട് അവരത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു നാഗാലാൻഡ് ഒരു അണ്ടർഗ്രൗണ്ട് സൈഡിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞ നാഗാലാൻഡിന് അപ്പർ സൈഡ് ആൻഡ് അണ്ടർ സൈഡ്, അപ്പോൾ അണ്ടർഗ്രൗണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ആലോചിച്ചറിയാവുന്നേ ഉള്ളൂ അതെന്താണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ സിനിമയിൽ പരാമർശിച്ചിട്ടുള്ളത് അവർക്ക് ഭയങ്കര, അതായത് നല്ല കാര്യമാണോ പൊട്ട കാര്യമാണോ എന്നുള്ളതല്ല, പക്ഷേ ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ഇവിടെ നാഗാലാൻഡിൽ നടക്കുന്നുണ്ടെന്നുള്ള ഒരു മെസ്സേജ് പുറത്തേക്ക് എത്തിക്കാൻ കാണിച്ച ഒരു കാര്യത്തിന് അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്നപ്പോൾ തന്നെ അവർ ആദ്യം പറഞ്ഞ തമിഴ് മൂവി എന്നാണ്. അപ്പോൾ ഞങ്ങൾ ദുൽഖർ സൽമാൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ദിസ് ഗായ് ഇവിടെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ എന്താ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ അണ്ടർഗ്രൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നാഗാലാൻഡ്, അത്രയും പറയാൻ പറ്റുള്ളൂ. കഴിക്കാൻ നിർത്തിയോ? ഇല്ല. നിങ്ങൾ കഴിക്കണ്ടോ? ഇല്ല, ഞങ്ങൾ ഒരു പ്ലേറ്റ് മോമോസ്. ഓക്കെ, വേണോ? ഒരു പ്ലേറ്റ് മോമോസ് എന്നാ പറഞ്ഞ പറയാം.
ഇത് എവിടെയൊക്കെ ഹോൺബിലിന്റെ പോസ്റ്റേഴ്സ് ആണ്. 10 സ്റ്റേ എഴുതിയിട്ടുണ്ട്, ബോൺഫയർ, മ്യൂസിക്. ഇന്ന് വൈകുന്നേരം ഈ ഇവരുടെ മെയിൻ ഇനോഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ഫെസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് മിക്ക ദിവസങ്ങളിലും ഈ മ്യൂസിക് ഫെസ്റ്റ് വരുന്നുണ്ട്. ഒരു മോത്തിരിക്കണം നോക്ക്. ഈ മോത്തിനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അതിന്റെ ഓരോ രോമങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നതിന് എന്ത് രസമാണെന്നറിയോ. എൻ്റെ കളർ ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഒരു സാൻഡ്രോ മോഡിഫൈ ചെയ്ത് എന്താ പറയുക, ജീപ്പ് പോലെ ആക്കിയാണ് കേട്ടോ, ജിപ്സി പോലെ. ഞങ്ങളിവിടെ മോമോസൊക്കെ കഴിച്ചിറങ്ങി. അവർ പിന്നെയും മുമ്പിൽ സ്പീഡിൽ നടന്നു പോകുന്നു. എൻ്റെ വയലിൽ നെല്ലിക്കയാണ് കേട്ടോ, ഉണക്ക നെല്ലിക്കയുണ്ട്. അത് ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കുറച്ച് വാങ്ങി. ചെറിയൊരു നെല്ലിക്ക മതി വയ്ക്കും. അതാണ് നല്ല, ശരിക്കും നെല്ലിക്ക പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ നാഗ ഹെറിറ്റേജ് വില്ലേജിലേക്ക് എത്തിയേക്കാണ് കേട്ടോ, എൻട്രൻസിലേക്ക് എത്തി. ഇന്നലെ രാത്രി നമ്മൾ ഇത് കൂടെ തന്നെയാണ് കടന്നു പോയത്. ഇവിടെ സൈഡിൽ ആർമിയും പോലീസും മിലിറ്ററി ഒക്കെ നിൽക്കുന്നുണ്ട്. നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ്. വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം നടന്നിട്ടില്ല കേട്ടോ ഇവിടെ ഹോൺബിൽ ഫെസ്റ്റിവൽ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കുറച്ച് ഗ്രാൻഡായിട്ടാണ്. അതുകൊണ്ട് ആൾക്കാരെയും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഹോൺബിൽ ഫെസ്റ്റിവൽ വരുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഹരി. ഹരി ഹരി. കൊച്ചിയാണോ എല്ലാവരും? അല്ല, KL7 കണ്ടോണ്ടി വെച്ചാ. തൃശ്ശൂര്. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നമുക്ക് മലയാളികളെ കാണാമെന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ അതെ, ഇവിടുന്ന് കുറേ മലയാളികളുണ്ട്. അവർ പറയുന്നു കുറേ പേര് മുകളിലും ഉണ്ട് എന്തിനാ. അപ്പോൾ അവർ എല്ലാം കോട്ടയാണ് കേട്ടോ. വണ്ടി KL7 ആണ്, പക്ഷേ കോട്ടയംകാരാണ്. അവർ മുമ്പേ നടന്നുകൊണ്ട് അവർ 3-4 മാസമായിട്ട് ബൈക്ക് റൈഡറാണ് കേട്ടോ. അവർ പഞ്ചാബ്, കാശ്മീർ, ലേ ഒക്കെ പോയിട്ട് അങ്ങനെ നാഗാലാൻഡ്, നോർത്ത് ഈസ്റ്റ് ഒക്കെ കയറിയേക്കാണ്. നമ്മളിവിടെ എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ 4 പേരുണ്ട്. അവർ വേറെ റൂട്ടിന് പോയി കേട്ടോ. നമ്മൾ 4 പേരും കൂടി എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് മെല്ലെ ഉള്ളിൽ കയറും. How is this different from green? Okay. Thank you. നമുക്ക് ഗ്രീൻ ബാൻഡ് ആണെങ്കിൽ ലോക്കൽ പീപ്പിളിന് ഓറഞ്ച് ബാൻഡാണ് കേട്ടോ. അപ്പോൾ അത് വേറെയാണ്. ലക്ഷ്മി അവിടെ നിന്ന് ഒരു ബുക്കൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അടിച്ചു മാറ്റിയതല്ല, അവര് തന്നതാണ്. അതെന്താ സംഭവം? ഇത് ഇവിടുത്തെ ഹോൺബിൽ ഫെസ്റ്റിവലും ഇവരുടെ ട്രൈബും അതിനെ കുറിച്ചും എല്ലാം എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കൊരു സോവനിയർ പോലെ സൂക്ഷിച്ചു വെക്കാലോ. ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമാണ് കേട്ടോ, നാഗാലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമാണ്. അവരുടെ ഡ്രസ്സ് കണ്ടോ, ഓറഞ്ച് കളർ യൂണിഫോമാണ്. നമ്മളിപ്പോൾ ആൾക്കാരിങ്ങനെ മറ്റേ കൈതച്ചക്ക, ഓറഞ്ചൊക്കെ മേടിച്ചുകൊണ്ട് പോകണുണ്ടോ. അപ്പോൾ ഇവിടെ ഒരു നാഗ ഓർഗാനിക് പവലിയൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വേണം. നമുക്കൊന്ന് കയറിയല്ലോ എൻ്റെ അടുത്തേക്ക്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ നടന്നോ, ഒന്ന് കയറാം. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പോൾ അതിൻ്റെ അകത്തേക്ക് എൻട്രി ഇല്ല, കാരണം ഇനോഗ്രേഷൻ കഴിഞ്ഞ് 3 മണി കഴിഞ്ഞാലേ ഇതൊക്കെ ഓപ്പൺ ആയി തുടങ്ങുള്ളൂ. വീണ്ടും ഇങ്ങോട്ട് കുറച്ച് കയറി വന്നപ്പോൾ ഇവിടെ കുറേ സ്റ്റോൾസും പവലിയൻസ് ഒക്കെ കാണുന്നുണ്ട്. ആദ്യം ഞങ്ങളുടെ കൺമുന്നിൽ വന്നത് ബാംബൂ പവലിയൻ ആണ് കേട്ടോ. കുറേ ജാംസും പിക്കിൾസിൻ്റെ ഒക്കെ സ്റ്റോൾ ഉള്ളിൽ കാണുന്നുണ്ട്. നമുക്ക് മെല്ലെ അങ്ങോട്ട് കയറി നോക്കാം. മെയിൻലി ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, കുറേ പവലിയൻസും സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാം മെല്ലെ എക്സ്പ്ലോർ ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇവിടെ കയറുമ്പോണ്ടല്ലോ, ദൂരെ ഒരു മലയുടെ മുകളിൽ നാഗ ഹെറിറ്റേജ് വില്ലേജ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പണ്ടല്ല ഇപ്പോഴും ഹോളിവുഡിലൊക്കെ കാണില്ലേ, ഹോളിവുഡിൽ നിന്നൊക്കെ എഴുതിയിട്ട് ഒരു മലയുടെ മുകളിൽ അതേപോലെ അവിടെ ക്ലിയർ ചെയ്ത നാഗ ഹെറിറ്റേജ് വില്ലേജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളിത് എൻട്രി ആണ് കേട്ടോ. വെൽക്കം ടു ബാംബൂ പവലിയൻ. എക്സിബിഷൻ കം സെയിൽ ഓഫ് ലോക്കൽ ആൻഡ് ഇൻഡിജിനസ് പ്രൊഡക്ട്സ്. ഇവിടെ എന്താണ്? ഇവിടെ ഇവരുടെ ഓരോ
ഫാബ്രിക്കും പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ബുക്സ് ഒക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഹാൻഡ് പെയിന്റഡ് ആണോ? ഈ 2 ബുക്ക് ഉണ്ടല്ലോ 15 വയസ്സുള്ള ഒരു ട്രൈബ് കമ്മ്യൂണിറ്റിയിലത്തെ ഒരു കുട്ടി വരച്ചിട്ടുള്ളതാണ് കൈകൊണ്ട്. അടിപൊളി. ഇവിടെയൊക്കെ ഈ ഹാൻഡിക്രാഫ്റ്റിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. അവരുടെ നാഗ സ്റ്റൈൽ ഓഫ് ക്ലോത്തിങ്, അവരുടെ പെയിൻറ്റിങ്, ആർട്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞത്, ലക്ഷ്മി ഇട്ടേക്കുന്നത് ഏകദേശം അതുപോലത്തെ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഷോളല്ലേ. تحللي عبيد كل تنخصي تعدلكيو ما كن بالبيك زمتك الى انا صعبي الليو بلبل محرني اصوت النحراي فغري يا فغري سماي سماي وسدني سباب زكرو ترف براري. കുറേ ഇതുപോലെ ഷോപ്പിംഗ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഹാൻഡിക്രാഫ്റ്റ്സ്. ഇവർ തോക്കും കൊണ്ട് പോകണം നോക്ക്. എൻ്റെ അമ്മോ. അപ്പോൾ ലക്ഷ്മി ഇതേ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അത് കയറിയോ? നമ്മളിവിടെ കയറിയില്ല, നമ്മൾ അടിയിലത്തെ ആണോ? ആഹാ, അത് ട്രൈ ചെയ്തു. നല്ല എരിവുണ്ട്. ആണോ? അടിപൊളി. നമുക്ക് ഈ പവലിയനിലേക്ക് കയറാൻ പറ്റും കേട്ടോ. ഞാൻ വിചാരിച്ചു ആദ്യം ലോക്കൽസിന് മാത്രമേ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റും നമുക്കൊക്കെ. പിന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി അവർക്കൊക്കെ ഉള്ളതാണ്. വലിയൊരു സ്റ്റേജാണ്. വേറെ കുറേ വ്ളോഗേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ പേര് വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇത് TV ചാനൽസിൻ്റെ ക്യാമറാസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല കളർഫുള്ളാണ്. ടർഫൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാൻ. ഈ ഗണ്ണും കൊണ്ടുവന്ന ട്രൈബ്സിനെയൊക്കെ അവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഗൺസ് ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. മിക്ക ട്രൈബ്സിൻ്റെയിലും ഗൺസ് ഉണ്ടാവും. അവർക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ വാളൊക്കെ കൊണ്ട് നടക്കില്ലേ പണ്ടത്തെ രാജാക്കന്മാർ, അതുപോലെ തന്നെ അവർക്ക് ഗൺസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇവിടെ വലിയ ആൾക്കാർക്ക് മന്ത്രിമാർ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ തോക്ക് കേട്ടോ. സാധാരണ കാണുന്ന ഒരാളേക്കാൾ പൊക്കത്തിലുള്ളൊരു തോക്കുണ്ട് കേട്ടോ. भाई साहब इसको क्या बोलते हैं ये गन को? മസിൽ ലോഡിങ് ഗൺ. എന്തൊരു വലുപ്പാന്ന് നോക്കിയാൽ തോക്കിന്. അപ്പോൾ നമ്മൾ പതുക്കെ നടന്നത് സ്റ്റേജിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മ്യൂസിക് ബാൻഡിനൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഡ്രംസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കീബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റേജിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഹോൺബിൽ ഫെസ്റ്റിവൽ 2021 എഴുതിയിട്ടുണ്ട്. ഇവിടെ അവരുടെ ട്രൈബ്സിൻ്റെ 2 വലിയ മുഖങ്ങളൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ. ഡ്രോൺ പറപ്പിക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കണം. മിക്കതും കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഇപ്പോൾ എല്ലാവരും കൂടി ഡ്രോൺ കൊണ്ടുവന്ന പ്രശ്നമാണല്ലോ. അപ്പോൾ ഇവിടെ പറപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ ഒന്നില്ലെങ്കിൽ ന്യൂസ് ചാനൽസിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ID കാർഡും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് കേട്ടോ. ദൂരെ ഒരു ആർട്ടിഫിഷ്യൽ മരത്തിൽ നിറച്ച് ഹോൺബിൽസിനെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണാൻ വേണ്ടി അറ്റത്തേക്ക് നടക്കുകയാണ്. ഇത്രയും നേരം നടന്നിട്ട് ഞാനത് കണ്ടില്ല കേട്ടോ. ഈ ഒരു മരം മൊത്തം കോൺക്രീറ്റ് ആണ് കേട്ടോ. മൊത്തം മരം ഭയങ്കര ശരിക്കൊരു മരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിറച്ച് ഹോൺബിൽസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും സ്ട്രോങ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനെയൊന്നുമല്ല, ഫുൾ കോൺക്രീറ്റ് ആണ്. അങ്ങനെ ഞാൻ തിരിച്ച് ബാംബു പവലിയനിലെത്തി. അപ്പോൾ നമ്മുടെ ഈ ബാംബു പവലിയൻ ഇപ്പോഴാണ് മുകളിൽ ശ്രദ്ധിക്കണേ, മൊത്തം മുളയോണ്ടാണ് ഉണ്ടാക്കിയേക്കണേ. മുള കെട്ടിയൊന്നുമല്ല, മുളയിൽ മറ്റേ നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കിയിട്ട് ഷീറ്റ് മാത്രമാണ് ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു സാധനം തോന്നുള്ളൂ. ബാക്കിയെല്ലാം നാച്ചുറൽ സംഭവങ്ങളാണ്. മൊത്തം മുളയാണ് എല്ലാം.
സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങൾ കുറച്ച് മുമ്പിലേക്ക് നടന്നപ്പോണ്ടല്ലോ, ഇവിടെ ഓരോ ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള ഓരോ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഡിസ്പ്ലേ പോലെ മോറങ്. അപ്പോൾ ഇതൊക്കെ ഓരോ മോറങ്സ് ആണ്. ഓരോ മോറങ്സിന്റെ ഉള്ളിലും പുറത്തുമായിട്ട് ഇവരുടെ കൾച്ചറൊക്കെ എക്സിബിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ അടുക്കള, അവിടുത്തെ ഫുഡ്, അങ്ങനെയൊക്കെ ഓരോ മോറങ്ങിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടും കേട്ടോ. അതെ. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് രഹാങ്കി എന്ന് പറഞ്ഞിട്ടൊരു മോറങ്ങിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ അവരാണ് ഇത്ര നേരം പാട്ട് പാടിയിരുന്നത്. എന്ത് രസമായിരുന്നു എന്നറിയാം. അവരുടെ ഡ്രസ്സിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഈ രഹാങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബ്സിന്റെ ഡ്രസ്സിംഗ് ആണ്. ഇവരുടെ പാട്ടും ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് പതുക്കെ അവരുടെ ഈ മോറങ്ങിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ കയറുമ്പോൾ തന്നെ ഈ ബാക്കിൽ കേൾക്കുന്ന സൗണ്ട് അല്ല, അത് അതാണ് കേട്ടോ, ഗൺ ഷോട്ടുകളാണ്. അപ്പോൾ ഇവർ അവിടെ എവിടെയുണ്ട്, നമുക്കത് പോകാം. അപ്പോൾ ആദ്യം തന്നെ നെല്ലോ അരിയോ എന്തോ കുത്തുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഒരു ട്രഡീഷണൽ ഇതാണ്. ഇവരുടെ ഡ്രസ്സ്, അവരുടെ പെയിൻറ്റിങ്സ്, വീടിൻ്റെ ഫ്രണ്ടിൽ പോത്തിൻ്റെ തല. അപ്പോൾ ഇത് പോത്താണോ മറ്റേ ബൈസനാന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ നാഗാലാൻഡ് ഗവൺമെൻറ് ഒരു ലോഗോ ഉണ്ട് കേട്ടോ, അതിൽ കാണുന്ന അതേ ബൈസനാന്ന് തോന്നുന്നു. അത് മിഥുൻ ബൈസൺ, അതെ അതാണ്. അവരവരുടെ ക്ലോത്തൊക്കെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യത്തെ മോറങ്ങിൽ ഇറങ്ങി രണ്ടാമത്തെ മോറങ്ങിലേക്ക് പോവാണ്. ഇത് അഗാമി ട്രൈബിന്റെ മോറോങ് ആണ്, അവരുടെ ഹട്ടാണ്. കൊഹിമയിലെ 90% ട്രൈബാണ് കേട്ടോ അഗാമി. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഹട്ട് നല്ല വലുപ്പമുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ. ഉള്ളിലേക്ക് കയറാം. അഗാമി ട്രൈബിൻ്റെ ഹട്ടിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിൽ കാണുന്നത് അടുപ്പാണ് കേട്ടോ. ഒരു അടുപ്പ് വെച്ചിട്ട് അതിലിങ്ങനെ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഒരു ട്രഡീഷണൽ കിച്ചൺ സെറ്റപ്പ് നമുക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡിൽ ഇവരുടെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ട്രൈബിലത്തെ ആൾക്കാരുണ്ട്. നമുക്കിത് ഓരോന്ന് എന്തൊക്കെയാണ് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. May I know what is this? This is rice, puffy rice. Okay. Yes. We do this with sticky rice. Yeah. This is dry fry only, and this is sticky rice with sesame. Okay. Yeah. Okay. Sticky rice with sesame. Sesame. Yes. Okay. And this is fermented soya. Yeah, with local beans with fermented soya. Okay. And this is beans boiled with ginger. Yeah. Okay. And this? And this is maida with egg.
And this is beef. We call it mudi. Yeah, cook in special way. Yeah. Okay. നമുക്ക് ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുറേ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. ആടെ പൊളി. ഞാൻ അവിടെ സെറ്റിലാകുമ്പോൾ നൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മുളകിൻ്റെ കുത്തുന്നില്ല, ഉപ്പാണ് കൂടുതൽ. ബീഫിന് നല്ല അടിപൊളി ഫ്ലേവറാണ്. ലക്ഷ്മിക്ക് ഒരു ഫ്ലേവർ കഷ്ണം. എക്സ്ക്യൂസ് മീ, വൺ സ്മോൾ പീസ്. One more. Very small. Tasty. Very much. It's very good. This is our special. ഓക്കെ, അത് അവരുടെ സ്പെഷ്യലാണ് അത്ര. അപ്പോൾ ഇതേ ലക്ഷ്മിക്ക് നമുക്ക് കഷ്ണം കൊടുത്തു നോക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവർ പൊതുവെ ഒരുപാട് മസാലയൊന്നും ഇട്ടിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുക. കൂടുതലും ലൈറ്റ് ഫുഡായിരിക്കും. സ്പൈസി ഉണ്ടാവും ചില ഡിഷസ്, പക്ഷെ ഒരുപാട് ഇങ്ങനെ മസാല കുത്തൊന്നും ഉണ്ടാവില്ല. അത് ആ ബീഫിൻ്റെ നല്ലൊരു എസെൻസ് വരുന്നുണ്ട്. അങ്ങനെ രണ്ട് മുറവും കണ്ടിട്ട് നമ്മൾ പതുക്കെ സ്റ്റേജിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. ഇവിടെ സീറ്റൊക്കെ പതുക്കെ ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. പരിപാടി തുടങ്ങാറായിട്ടുണ്ട്. ഷിജോനെയും അജുവിനെയും എവിടെയാണെന്ന് അറിയില്ല, അവർ ഭക്ഷണം എന്തോ കഴിക്കാൻ പോയിക്കാണ്. കണ്ടോ, നമ്മുടെ പരിപാടി തുടങ്ങി. നമ്മളിവിടെ വന്നിരുന്നത് സെറ്റായിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഓരോ ട്രൈബ്സ് വന്നിട്ട് കേട്ടോ, ഓരോ ട്രൈബ്സ് അവരുടെ എൻട്രി ആണ്. ഓരോരുത്തർ വന്നിട്ട് അവർക്ക് ഇരിക്കാൻ ഫ്രണ്ടിൽ സീറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ട്രൈബ്സ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ട്രൈബ് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. അറിയില്ല കേട്ടോ, അവർ നമ്മളെ ഭാഷ മനസ്സിലാവുന്നത്. अब कौन सा ट्राइब है? सिमी. सिमी. We have to सिमी. कौन से साइड में आता है? सेनिमोतो. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവർ സിമി എന്ന് പറഞ്ഞിട്ടൊരു ട്രൈബാണ്. അവിടെ വേറെ ട്രൈബിൻ്റെ ഒച്ചനുണ്ടോ? സിമി എന്ന് പറഞ്ഞൊരു ട്രൈബാണ്. സെനിമോത്തോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തു നിന്നാണ് കേട്ടോ അവർ വരുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് സീറ്റും പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഷിജോവും അജു എവിടെയാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അവർ വെയിറ്റ് ചെയ്ത് നമ്മളിരിക്കുകയാണ്.
vote for us, and therefore I pray that you can. Following the first successful edition, and all that each one of you will have a wonderful Nagaland experience. Thank you. God bless. Look, Daniel. ഇവിടെ ഓപ്പണിംഗ് സെറമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഗാലാൻഡിൻ്റെ ചീഫ് മിനിസ്റ്റർ, ഗവർണർ, അങ്ങനെ ഒരുപാട് വലിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ജർമ്മനി, ഇസ്രായേൽ, പിന്നെ കുറച്ച് വേറെ കൺട്രീസിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പല പല ട്രൈബൽ ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാർ നിരന്ന് നിന്ന് അവരുടെ പാട്ടും അവരുടെ ഓരോ കൾച്ചറൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ട് അതിൻ്റെ നടുവ് കൂടെയാണ് കേട്ടോ ഈ ഓണറബിൾ ആൾക്കാരൊക്കെ നടന്നു വന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. സ്പീച്ച് കഴിഞ്ഞു, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ക്ഷീണിച്ചു കേട്ടോ, രാവിലെ തൊട്ട് എല്ലാവരും നിൽക്കുകയല്ലേ. അപ്പോൾ കുറേ പേരൊക്കെ പതുക്കെ ഇരുന്ന് തുടങ്ങിയിട്ടോ. അവരുടെ ആ തലയുടെ സാധനത്തിന് തന്നെ അത്യാവശ്യം നല്ലോണം വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ വളയ്ക്കൊക്കെ നല്ല വെയിറ്റ് ഉള്ള വളകളാണ് ഇവരിടുന്നതൊക്കെ. മിക്കതും ബ്രാസ് ആണ് കേട്ടോ എല്ലാം ഇട്ടിട്ട്. അപ്പോൾ അവർ ഇത്ര നേരമായി നിൽക്കണം. അപ്പോൾ പരിപാടി നടക്കുന്നു. അപ്പോൾ പതുക്കെ ഓരോരോ ട്രൈബ്സ് ഗ്രൂപ്പ് ഒരു സെക്ഷനായിട്ട് ഇരുന്ന് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെല്ലെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കൾച്ചറൽ ഇവൻറ്റ്സ് ഒക്കെ തുടങ്ങും. 2 മലയാളികളെ പരിചയപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂരിലുള്ള. അപ്പോൾ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ.
Tasty? Really tasty. Okay, enjoy. Thank you. ലൈവ് മ്യൂസിക് നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് വന്ന് ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ. രാവിലെ ആ മൊമോസ് കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നാഗാലാൻഡ് ചീഫ് മിനിസ്റ്റർ വന്നു. അദ്ദേഹം വന്നിട്ട് എല്ലാവരുടെ അടുത്തും ചോദിച്ചു ഫുഡൊക്കെ എങ്ങനെയുണ്ട്, എൻജോയ് എന്ന് പറഞ്ഞിട്ട് പോയി. എല്ലാവരെയും ചേർത്ത് നമ്മളെയും ചേർത്തിട്ടാണ് കേട്ടോ പറഞ്ഞത് എൻജോയ് എന്നൊക്കെ. ഞങ്ങളാകെ ഷോക്ക്ഡായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അടിപൊളി മൊമെന്റ് ആയിരുന്നു അത്. അപ്പോൾ എന്താ പറയാ, അങ്ങനെ നമ്മുടെ അടുത്ത് ചീഫ് മിനിസ്റ്റർ വന്നിട്ട് ടിൻ പിൻ സ്റ്റോറീസിന്റെ അടുത്ത് എൻജോയ് എന്നൊക്കെ പറഞ്ഞു പോയിട്ടോ. തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളുന്നല്ലേ. എല്ലാവരുടെ അടുത്തും പറഞ്ഞു, നമ്മുടെ അടുത്തും പറഞ്ഞു, പക്ഷെ എല്ലാവരും അടുത്തുണ്ടായിരുന്നു. നൈസായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ്. എപ്പോഴെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീരില്ല. നമ്മളിപ്പോൾ 2 എണ്ണം അവരുടെ കണ്ടു തീർത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് നാളെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിവിടെ 2 ദിവസം ഉണ്ട്, 2-3 ദിവസം നിൽക്കണം എന്നൊക്കെയാണ് പ്ലാൻ. ഇനിയും കൂടുതൽ നമ്മളിവിടുത്തെ ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അടുത്ത വീഡിയോയിൽ ഫുഡും അതേപോലെ തന്നെ കൂടുതൽ മൊറാങ്സ് ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. കൂടുതൽ കാഴ്ചകളുണ്ടാവും. ഇവിടുത്തെ ആകെ ഒരു പ്രശ്നമല്ല, വെടി വെക്കണം മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്കത് വീഡിയോയിൽ മുഴുവനായിട്ട് കിട്ടില്ല, കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് നിലത്തേക്കൊക്കെ തോക്ക് ചൂണ്ടിയിട്ട് വെടിവെക്കുക. അപ്പോൾ നമ്മുടെ സമയദോഷത്തിന് അപ്പോൾ ഞങ്ങളിവിടെ ഒരു നമുക്ക് കുറച്ച് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവര് പറയായിരുന്നു ഈ പറഞ്ഞ പോലെ സമയദോഷത്തിന് നമ്മുടെ സമയദോഷത്തിന് കാലം കൊണ്ടാലോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നാളെ പുതിയ കാഴ്ചകളായിരിക്കും അടുത്ത വീഡിയോയിൽ അജുവും സിജു ഒക്കെ ഒരു ഫുഡ് കോർട്ടിലേക്ക് പോയേക്കാണ്. ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. നല്ലോണം ടയർഡായിട്ടുണ്ട്, രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് നമുക്ക് പുതിയ വിശേഷങ്ങൾ, നാളെ പുതിയ കാര്യങ്ങൾ അടിപൊളിയായിട്ട് തുടങ്ങാം. അപ്പോൾ ശരി, കാണാം. ബൈ.